നീ ഇപ്പൊ എന്നാ വന്നേ? 2 ദിവസമായി. ശരി. അയ്യോ ഞാനപ്പോ ഒരാഴ്ചയായി. വൈഫാ സ്വൈരല്ലടോ. എന്താണ് നീ ഇപ്പൊ എന്താ പെട്ടെന്നൊരു വില്ലെടുത്തേ? സെപ്പറേറ്റ് പ്രോപ്പർട്ടി വല്ലതും നോക്കിക്കൂടെ? അതാ എന്റെ ഒക്കെ ഭാഷ പറഞ്ഞ ഞാൻ ഒരു സെന്റിമെന്റ്സ് ആളല്ലോ. അപ്പൊ കുറച്ച് സെന്റിമെന്റ്സും പിന്നെ കുറച്ച് പ്രാക്ടിക്കൽ തോട്ട്സും. എന്താ എന്റെ സെന്റിമെന്റ്സ്? എന്റെ ഉപ്പച്ചി ഒരു ഗൾഫുകാരനെ പുള്ളി ഒരു 3-4 കൊല്ലം കൊണ്ടുവിടാം 1 മാസത്തെ ലീവിൽ. അപ്പൊ ആ 1 മാസം കൂട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആയിട്ട് ഓട്ടത്തോടെ ഉണ്ടാക്കി ലീവ് പടയെന്ന് പറഞ്ഞ തീ. അതിനിടെ എനിക്കും ഉമ്മച്ചിക്കും ഒന്നും കാണാൻ കൂടെ കിട്ടല്ലേ. എനിക്ക് ഉമ്മച്ചി ചില പരാതിയൊക്കെ പറയും. ആ പരാതി ഞാനെന്താ ഒരു ദിവസം മൂപ്പരൊരു പോക്കാൻ പോയി. അപ്പതാ ഞാനും പ്രവാസി. പോക്ക് സമയം കൊടുക്കാൻ പറ്റാതാകുമ്പോൾ എനിക്ക് ഉമ്മച്ചിനെ ഓർമ്മ വരും. അതുകൊണ്ട് ഓക്കും ഫാമിലിക്കൊക്കെ സമയം കൊടുക്കാൻ ഇതിനേക്കാളും നല്ല സ്പോട്ട് വേറെ ഇല്ലടാ. പിന്നെ രാവിലെ ആകുമ്പോതാ ഇവിടെയുള്ള ഈ കോടമഞ്ഞും വൈകുന്നേരം ആകുമ്പോതാ ഈ വാക്ക് വേ കൂടെ ഉള്ള ഒരു പോക്കും. പിന്നെ ഈ പാർക്കിൽ കുട്ടികളുടെ ഓട്ടവും ചാട്ടവും ഇതോ കണ്ടിങ്ങനെ ഇരിക്കും. പിന്നെ മഞ്ചേരി ടൗണും എടുത്താണല്ലോ. അതുകൊണ്ട് നാട് വിട്ട് എവിടെയും ദൂരെ പോയി എന്നുള്ള ചിന്തയുണ്ടാവില്ല. പിന്നെ നമ്മൾ പിന്നെ ഗൾഫിലും പിന്നെ മറ്റുള്ള കൺട്രിയിലൊക്കെ പോയി നിൽക്കുന്നത് ഇതാ ഈ ഒരൊറ്റ മാസത്തെ വെക്കേഷൻ അല്ലേ. പിന്നെ ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഓക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പിന്നെ ഇവിടെ ആകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നെയ്ബേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല വൈബുള്ള ആൾക്കാരാണ്. അതാണ് സമാധാനം. പിന്നെതാ കണ്ടില്ലേ കളിയൊക്കെ ആയിട്ട്. എന്നാ ശരിയാടാ, ഫ്രീ ആവുമ്പോ അങ്ങോട്ടാ. ഹലോ, നീ ഒന്ന് റെഡി ആയിക്ക്, നമുക്കൊരു സ്ഥലം വരെ വരാൻ.